ഹലോ ഫ്രണ്ട്സ്, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിരിക്കണം. അമ്മ രാവിലെ തന്നെ കേട്ടോ വോട്ടർപട്ടികയിൽ പേര് രജിസ്റ്റർ ചെയ്യാനൊന്നും ശരിയായിട്ടില്ല. അമ്മയുടെ ശരിയായില്ല, ഇപ്പം എനിക്കൊക്കെ ശരിയാക്കാൻ പറ്റുള്ളൂ. അപ്പം അമ്മ അങ്ങനെ തച്ചമ്പാറയ്ക്ക് പോവാണ് കേട്ടോ. അപ്പം അങ്ങനെ അമ്മ രാവിലെ കുളിയൊക്കെ കഴിഞ്ഞു, രാവിലെ ചായ കുടിയൊക്കെ കഴിഞ്ഞിട്ട് അങ്ങനെ അമ്മ തച്ചമ്പാറയ്ക്ക് പോയി. പിന്നെ ബാക്കി ഇനി എന്തായാലും ഇഷ്ടം പോലെ പണി കിടക്കുന്നുണ്ട് കേട്ടോ. പാത്രങ്ങളൊന്നും കഴുകിയിട്ടുണ്ടായിരുന്നില്ല, അപ്പോൾ പാത്രങ്ങളൊക്കെ കഴുകണം. അങ്ങനെ ചോറൊക്കെ അടുപ്പത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ചോറൊക്കെ അടുപ്പത്തിട്ട് വെന്ത് വരുമ്പോഴത്തേന് കുറച്ച് സമയം എടുക്കും. അപ്പോഴത്തേന് നമുക്ക് ഈ പണികളൊക്കെ ഒരുക്കാലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ പാത്രങ്ങളൊക്കെ കഴുകി വെക്കണം കേട്ടോ. അപ്പോഴത്തേന് അമ്മ പോകുന്നതിന് മുന്നേ തന്നെ ഞാനും കുളിച്ച് വന്നു കേട്ടോ. അല്ലെങ്കിൽ പിന്നെ എന്താണെന്നറിയോ, മഴയെങ്ങാനും പെയ്താലും മൂടലും കാര്യങ്ങളൊക്കെ ആയിട്ട് കഴിയുമ്പോഴത്തേന് നല്ല തണുപ്പ് പിടിച്ചാൽ പിന്നെ നമുക്ക് കുളിക്കാനൊക്കെ ഒരു മടിയായിരിക്കും കേട്ടോ. നമുക്ക് ആർക്കെങ്കിലും അങ്ങനെ ഒരു പ്രശ്നമുണ്ടോ? എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ തണുപ്പ് പിടിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ ഒരു മടി പിടിക്കും കേട്ടോ. അയ്യോ ഒന്ന് കുളിക്കണോ, നാളേക്ക് മാറ്റി വെച്ചാലോ എന്നൊക്കെ ഉള്ളൊരു ടെൻഡൻസി വരും കേട്ടോ. അപ്പം അങ്ങനെ ഞാൻ എന്തായാലും ഒന്ന് രാവിലെ തന്നെ കുളിയൊക്കെ കഴിച്ചിട്ടോ. അപ്പം എന്തായാലും അലക്കാനൊക്കെ ഉണ്ടായിരുന്നു, കുട്ടിയുടെ തുണികളൊക്കെ അലക്കാണ്ടായിരുന്നു കേട്ടോ. അമ്മ പോകുമ്പോഴത്തേന് അലക്കലും കുളിയൊക്കെ കഴിഞ്ഞു. പിന്നെ പാത്രങ്ങളൊക്കെ കഴുകാനല്ലേ, പിന്നെ അവൾക്ക് എന്തിനെങ്കിലും കൊടുക്കാനോ എന്തിനൊക്കെ നിന്നിട്ടുണ്ടെങ്കിൽ ഞാൻ അവിടെ മുടിയൊക്കെ കെട്ടി കൊടുക്കണം എന്നൊക്കെ വിചാരിച്ചു കേട്ടോ. അപ്പോഴത്തേന് നിന്നാൽ ചിലപ്പോൾ അമ്മയ്ക്ക് പോകാനും നേരം വഴുകും, പിന്നെ നമ്മുടെ പണി അവിടെ കിടക്കും ചെയ്യും. ഈ പണികളൊന്നും നടക്കില്ല കേട്ടോ. അപ്പം അങ്ങനെ ഞാൻ എന്തായാലും കുളിയൊക്കെ കഴിഞ്ഞ് വന്നിട്ട് പാത്രങ്ങളൊക്കെ കഴുകി വെക്കാമല്ലോ എന്ന് പറഞ്ഞിട്ട് പാത്രങ്ങളൊക്കെ കഴുകി വെച്ചിട്ട് വേണം ഇനി വീതനപ്പറൊക്കെ ഒന്ന് വൃത്തിയാക്കിയിട്ട് കുഞ്ഞാറ്റേനെ കുളിപ്പിക്കണം കേട്ടോ. അവളെ കുളിപ്പിക്കാൻ വേണ്ടിയിട്ട് വെള്ളം എടുപ്പത്തി വെക്കണം. പിന്നെ അതൊക്കെ തന്നെ ഉള്ളൂ പണിയെന്ന് പറയുന്നത് കേട്ടോ. പിന്നെ കറി വെക്കാനൊക്കെ ഉണ്ട് കേട്ടോ. അമ്മ വരുമ്പോഴത്തേന് ഇനി കറിയൊക്കെ വെക്കണം, ഉപ്പേരിക്കൊക്കെ അരിയണം. അങ്ങനെ പണികളൊക്കെ ഇഷ്ടം പോലെയാണ് കേട്ടോ. അപ്പം ഇന്ന് രാവിലെ ഗോതമ്പ് ദോശയായിരുന്നു കേട്ടോ. അപ്പം അങ്ങനെ ചായ കുടിയൊക്കെ കഴിഞ്ഞു. പിന്നെ 2-3-4-5 ദിവസമായിട്ടൊക്കെ അമ്മ വൈകിട്ടാണ് ഉറങ്ങണത്, ഞാനായാലും വൈകിട്ടാണ് ഉറങ്ങണത്. പിന്നെ അമ്മയ്ക്ക് ഇത്രയും ദിവസം പണിയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് രാവിലെയൊക്കെ നേരത്തെ എണീക്കണമായിരുന്നു കേട്ടോ. അപ്പം എന്തായാലും കുറച്ച് വൈകിട്ടാണ് കേട്ടോ ഞങ്ങൾ എണീച്ചതൊക്കെ. അപ്പം ചായയും കടിയൊക്കെ കഴിഞ്ഞപ്പോഴത്തേനും എന്തായാലും ഒരു 9:30 ആ സമയമൊക്കെ ആയിട്ടോ. അപ്പം അങ്ങനെ അതും കഴിഞ്ഞ് അങ്ങനെ കുളിച്ചെല്ലാവരും അമ്മ അങ്ങനെ പോവുകയും ചെയ്തു. പിന്നെ ഞാനും തന്നെ കുളിച്ച് അലക്കിയൊക്കെ കഴിഞ്ഞപ്പോഴത്തേനും സമയം 10 മണി കഴിഞ്ഞു കേട്ടോ. കുഞ്ഞാറ്റപ്പം ഇന്ന് രാവിലെ ഒരു അപ്പവും ചായ മാത്രമേ കുടിച്ചിട്ടുള്ളൂ കേട്ടോ. അപ്പം ചായ അങ്ങനെ ഇപ്പം അങ്ങനെ കുടിക്കാറില്ല, എന്നാലും എന്നാൽ ഒരു ശകരമൊക്കെ കൊടുത്തപ്പോൾ കുടിച്ചു കേട്ടോ ആള്. അപ്പം ഇനി പാത്രങ്ങൾ കഴുകി വെക്കേണ്ടതെന്നും പറഞ്ഞിട്ടേ, അല്ലെങ്കിൽ അവള് വാശി പിടിക്കുമ്പോഴത്തേന് ഇതെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണെന്നറിയോ, വേറെ നമുക്ക് എന്തെങ്കിലും പണികളാണെന്നുണ്ടെങ്കിൽ ചോറ് പിന്നെ അവിടെ കിടന്ന് വന്നോളൂല്ലോ, കുറച്ച് വേവുള്ള അരിയാണ് കേട്ടോ. അപ്പം അങ്ങനെ ഒരു സമാധാനത്തിലാട്ടോ നിന്ന് പാത്രങ്ങളൊക്കെ കഴുകുന്നത്. പിന്നെ എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷം? സുഖല്ലേ? 2 ദിവസമായിട്ടോ വീഡിയോ ഒക്കെ ഇട്ടിട്ട്. നമ്മൾ വീഡിയോ ഡെയിലി ഇടണം എന്നൊക്കെ വിചാരിക്കും, എവിടെ നമുക്ക് നടക്കുകയില്ല കേട്ടോ. കാരണം വേറൊന്നുമല്ല, നമ്മൾ വീഡിയോ ഒക്കെ എടുത്ത് എഡിറ്റ് ചെയ്തൊക്കെ വെക്കുമ്പോഴത്തേനും എന്ത് പറ്റി വെച്ചിട്ടാ നമുക്കത് വോയിസ് ഓവർ കേൾക്കാനോ അല്ലെങ്കിൽ എന്തിനെങ്കിലും പറ്റില്ല. കാരണം ധനു ബേബി ആണെങ്കിൽ ഏത് സമയവും TV ഇട്ടുകൊണ്ടാണ് കേട്ടോ. അപ്പം അതിനെന്തെങ്കിലും കോപ്പിറൈറ്റും കാര്യങ്ങളും വന്നാലോ എന്ന് വിചാരിച്ച് നോയ്സ് അതെങ്കിൽ വന്നാലോ എന്നൊക്കെ വിചാരിച്ചിട്ട് നമ്മളെന്ത് ചെയ്യിച്ചിട്ടാ, അയ്യോ എന്നാൽ നാളെ ആവട്ടെ അല്ലെങ്കിൽ കുറച്ച് കഴിയട്ടെ എന്നൊക്കെ പറഞ്ഞ് നമ്മളങ്ങനെ മാറ്റി വെക്കും കേട്ടോ. അപ്പം അതുകൊണ്ടാണ് നമ്മളങ്ങനെ വീഡിയോ ചിലപ്പോൾ പെൻഡിങ് ആയി പോണത് കേട്ടോ. അപ്പം അങ്ങനെ നമ്മുടെ ചോറൊക്കെ വെന്ത് വന്നപ്പോഴത്തേനും കുറച്ച് കഴിഞ്ഞു, അപ്പോഴത്തേനും അമ്മ വരികയും ചെയ്തു കേട്ടോ. പിന്നെ ഇന്ന് കൊത്താമരയാണ് കേട്ടോ ഉപ്പേരി വെക്കാൻ. പിന്നെ കറി വെക്കാൻ കഷ്ണങ്ങളെന്നൊന്നും പറയാനില്ല കേട്ടോ. പരിപ്പും അതേപോലെ 2 സവോളയും ഒരു തക്കാളിയൊക്കെ കീറിയിട്ടിട്ട് നമ്മുടെ സാധാ സാമ്പാർ കേട്ടോ. വേണമെങ്കിൽ ഉള്ളി സാമ്പാർ എന്നൊക്കെ പറയാം കേട്ടോ, എളുപ്പമാണ് താനും. പരിപ്പും സവോളയും അതുപോലെ 2 പച്ചമുളകും കീറിയിട്ടു, പിന്നെ തക്കാളിയും കീറിയിട്ടു കേട്ടോ. ശകലം പുളി കേട്ടോ, അതായത് നമുക്കൊരു നെല്ലിക്ക വലുപ്പത്തിൽ വേണമെങ്കിൽ കുറച്ച് പുളി ഒഴിച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ സാമ്പാർ കിട്ടും. സാമ്പാർ പൊടി നമ്മൾ കടുകൊക്കെ വറുത്തിടുമ്പോൾ സമയത്ത് ഇട്ടാലും മതി. അതിന് ആദ്യം ഇടണം എന്നൊന്നുമില്ല കേട്ടോ. പിന്നെ എന്നത് തേങ്ങ പൊളിച്ചത് ബാലൻസ് ഇരിപ്പുണ്ടായിരുന്നു. പിന്നെ നമ്മളത് ഉപയോഗിക്കാതെ വെച്ചിട്ടുണ്ടെങ്കിൽ പൂത്തിട്ട് എന്തായാലും പൂവോലെ കേടുവന്ന് പോണതിനേക്കാളല്ലേ ഒരു തേങ്ങയൊക്കെ കിട്ടാൻ എന്താ പ്രയാസിച്ചിട്ടാ. അപ്പം എന്തായാലും തേങ്ങ ഉണ്ടല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ട് ഞാൻ ഇന്നലെ പുട്ടിന് പൊളിച്ച തേങ്ങ ഉണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ അരച്ചിട്ട് ഒഴിക്കാമെന്ന് പറഞ്ഞിട്ട് അതൊക്കെ ചിരവി വെച്ച് അരച്ച് അപ്പോൾ ഇനി വെക്കണം കേട്ടോ. അപ്പം അങ്ങനെ അമ്മ തച്ചമ്പാറ പോയി വന്നപ്പോഴത്തേനും അമ്മ എന്ത് ചെയ്തു എന്നറിയോ, കുറച്ച് ഫ്രൂട്ട്സൊക്കെ മേടിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഇതിനിടയിൽ അവളെ കുളിപ്പിച്ച് അവൾക്ക് കഴിക്കാനൊക്കെ കൊടുത്തു കേട്ടോ, കഞ്ഞിയൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം അമ്മ ഫ്രൂട്ട്സ് കൊണ്ടുവന്നതൊക്കെ ചെത്തി കൊടുക്കുകയാണ് കേട്ടോ. അത് ചെത്തി കൊടുത്തപ്പോൾ കുറച്ചൊക്കെ കഴിച്ചു കേട്ടോ. പിന്നെ ബിസ്ക്കറ്റ് വേണമെന്നായി കേട്ടോ. പിന്നെ ഇതിനിടയിൽ ബിസ്ക്കറ്റും കൊടുത്തു. പിന്നെ അങ്ങനെ ഈ കൂട്ടത്തിൽ നമ്മൾ ചിരവിയ തേങ്ങയൊക്കെ അരച്ച് അങ്ങനെ ഒഴിച്ച് അങ്ങനെ കറിയൊക്കെ ആയിട്ടോ. അപ്പം ഞാൻ ലാസ്റ്റ് ഞാൻ കടുക് വറുത്തിടുന്ന സമയത്താണ് കേട്ടോ നമ്മൾ കറിവേപ്പിൻ്റെ ഇലയും അതേപോലെ തന്നെ നമ്മുടെ സാമ്പാർ പൊടി ഇടുന്നത് കേട്ടോ. സാമ്പാർ പൊടി എന്ന് വേണമെങ്കിൽ കേട്ടോ, എന്തിന് വെറുതെ നമ്മളൊരു സാധാ കറി കൂട്ടണേക്കാളും നല്ലതല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് തേങ്ങ അരച്ചതല്ലേ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ശകലം കടുക് വറുക്കുമ്പോൾ സാമ്പാർ പൊടി ഇട്ടു കേട്ടോ. വേണമെങ്കിൽ ഒരു ഉള്ളി സാമ്പാർ എന്ന് പറയും ചെയ്യാലോ. അപ്പം അങ്ങനെ എന്തായാലും നമ്മുടെ കറിയൊക്കെ റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ പണി കിടക്കുന്നുള്ളൂ. ഇതിനിടയിൽ നമ്മൾ ഉപ്പേരിക്കുള്ളത് അമ്മ വന്നതിന് ശേഷം കേട്ടോ ഞാൻ ഉപ്പേരിക്കൊക്കെ അരിഞ്ഞത് കൊത്താമര. പിന്നെ അധികം മൂക്കാത്ത നല്ല ഫ്രഷ് ആയിട്ടുള്ള കൊത്താമരയായിരുന്നു കേട്ടോ. അതുകൊണ്ട് പെട്ടെന്ന് അരിഞ്ഞെടുക്കാനൊക്കെ നല്ല സൗകര്യമായിരുന്നു കേട്ടോ.
അപ്പം ഞാൻ എന്തായാലും അതൊക്കെ ഇതിനിടയിലൊക്കെ അരിഞ്ഞെടുത്തു. പിന്നെ ഞാൻ ഉള്ളി മുളകൊന്നും നുറുക്കണതോ അല്ലെങ്കിൽ അടുപ്പത്ത് വെക്കണതൊന്നും ഞാൻ എടുക്കാൻ പറ്റിയില്ല കേട്ടോ. കുട്ടിക്ക് കഴിക്കാൻ കൊടുക്കലും പിന്നെ ആ തിരക്കൊക്കെ ആയതുകൊണ്ട് അതൊന്നും നടന്നില്ല. പെട്ടെന്ന് ഇടയ്ക്കിടയ്ക്കൊക്കെ ഒന്ന് ഇങ്ങനെ പോയിട്ട് ഇവർക്ക് കഴിക്കാൻ കൊടുക്കണതിൻ്റെ ഇടയിൽ നിന്നൊക്കെ ഓടി പോയിട്ടൊക്കെയാണ് ഓരോന്ന് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ കൂട്ടുകാരെ, നമ്മുടെ വീഡിയോസ് കാണുന്ന പുതിയ ആൾക്കാർ നമ്മുടെ ഫാമിലിയിലേക്ക് ഒരുപാട് പേര് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും നമ്മളെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സഹായിക്കാനൊന്നും മറക്കരുത് കേട്ടോ. നമ്മുടെ ചാനൽ അതേപോലെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മുടെ കൂട്ടാനൊക്കെ ആയി. ഇനിയിപ്പോൾ എന്തായാലും ഉപ്പേരി വെക്കട്ടെ കേട്ടോ. ഉപ്പേരിക്ക് ഞാൻ പറഞ്ഞാലോ, കൊത്താമര അവിടെ കഴുകാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. ആദ്യം കടുക് പൊട്ടിച്ചു, പിന്നെ ഉള്ളിയും പച്ചമുളകും ഇട്ടു, ഇനി കറിവേപ്പിലയൊക്കെ ഇട്ടിട്ട് താമിച്ച്, അതായത് നമ്മുടെ ഉള്ളിയും പച്ചമുളകൊക്കെ നല്ല വാടി വന്നിട്ട് വേണം കേട്ടോ ഇത് ഇടാൻ. പിന്നെ അമ്മ പോയി വന്നപ്പോൾ കുറച്ച് ഉണക്കല മീൻ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കഴിഞ്ഞ ദിവസം കൊണ്ടുവന്ന മീൻ ഉണ്ടായിരുന്നു കേട്ടോ, ഉണക്കല മീൻ. ഏട്ടൻ കൊണ്ടുവന്ന നേരത്തെ ഒരു 2 ഞാൻ കുട്ടിക്ക് എപ്പോഴും മീൻ വേണം കേട്ടോ കഞ്ഞി കുടിക്കുമ്പോൾ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ അവൾക്ക് എപ്പോഴും ഒരെണ്ണം മാറ്റി വയ്ക്കാറുണ്ട് കേട്ടോ. അപ്പോൾ എന്തെങ്കിലും വേണ്ടി, അല്ലെങ്കിൽ പപ്പടം കാച്ചിയതോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കൊടുക്കാറ് കേട്ടോ. അപ്പോൾ അങ്ങനെ എന്തായാലും അതിന്നൊരു 2 ബാലൻസ് ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ അതും അമ്മ കൊണ്ടുവന്ന മീനും അതൊക്കെ ഞാൻ അമ്മേനോട് എന്തായാലും ഒന്ന് നന്നാക്കി തരാൻ പറഞ്ഞിട്ടുണ്ട്. പെട്ടെന്ന് ആവുമല്ലോ, സമയം അപ്പോഴത്തേന് തന്നെ 1 മണി ആയിരിക്കണം കേട്ടോ. പിന്നെ നമ്മൾ ഗോതമ്പ് ദോശയൊക്കെ കഴിച്ചിരുന്നാലും പിന്നെ ഇടയ്ക്ക് ബേക്കറിയും കാര്യങ്ങളൊക്കെ ബിസ്ക്കറ്റൊക്കെ കുട്ടിക്ക് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ ഞങ്ങൾ ട്രയൽ ചെയ്തിട്ടുണ്ട് കേട്ടോ, ഞാനും കുഞ്ഞാറ്റയും കൂടി. അപ്പോൾ അങ്ങനെ എന്തായാലും ഉപ്പേരിയൊക്കെ അടുപ്പത്ത് വെച്ചു. ഇനിയിപ്പോൾ അമ്മയ്ക്ക് ഇതാ മീനൊക്കെ കഴുകാൻ വേണ്ടിയിട്ട് ഇട്ട് കൊടുക്കാൻ വേണ്ടി നിൽക്കായിരുന്നു കേട്ടോ. അതവിടെ കൊണ്ടുവന്ന് വെച്ചതും കേട്ടോ. ഉറുമ്പ്, ഭയങ്കര ഉറുമ്പ് ശല്യം കേട്ടോ. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ പ്രശ്നം ഉണ്ടോ വീട്ടിൽ? നമുക്ക് വീതനപ്പുറത്ത് ഒരു സാധനം വെക്കാൻ പറ്റില്ല കേട്ടോ. ഉറുമ്പ് എന്ന് പറഞ്ഞാൽ എങ്ങനെയെന്ന് അറിയില്ല കേട്ടോ. പഞ്ചസാര പോലത്തെ, അതായത് നമ്മുടെ നെയ്യുറുമ്പ് എന്നൊക്കെ പറയില്ലേ, കേട്ടിരിക്കണം എന്നറിയില്ല കേട്ടോ. നമ്മുടെ നാട്ടിലേക്കൊക്കെ അങ്ങനെ പറയുന്ന കേട്ടിട്ടുണ്ട്. അതായത് കണ്ണിൽ കാണിക്കാത്ത ഉറുമ്പുകളുണ്ട്, കുഞ്ഞു കുഞ്ഞ് ഉറുമ്പുകൾ. അതിനാണ് നെയ്യുറുമ്പ് എന്നൊക്കെ പറയാം നമ്മുടെ നാട്ടിൽ കേട്ടോ. അപ്പം അങ്ങനത്തെ ഉറുമ്പ് നമ്മുടെ വീതനപ്പുറത്ത് ഒരു സാധനം വെക്കാൻ പറ്റില്ല. ചോറായാലും കറിയായാലും വേറെ എന്ത് സാധനങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിലും നമുക്ക് അതിലൊക്കെ ഉറുമ്പായിരിക്കും കേട്ടോ. ചോറൊക്കെ വാർത്ത് ചൂടാറുന്നുണ്ടാവില്ല കേട്ടോ. ചൂടാറുന്നതിന് മുന്നേ തന്നെ കയറി താമസം തുടങ്ങിയിട്ടുണ്ടാവും അവർ കേട്ടോ. അവർ കഴിക്കാൻ തുടങ്ങിയിട്ടുണ്ടാവും. പിന്നെ അവരൊക്കെ കഴിച്ചതിൻ്റെ ബാക്കിയായിരിക്കും നമുക്ക് കിട്ടുക. അതുകൊണ്ട് ഇപ്പം ഞാൻ എന്ത് ചെയ്യുമെന്ന് പറയാം, സ്റ്റോർ റൂമിൻ്റെ അവിടെ ഗ്യാസ് സ്റ്റവ് വെച്ചിട്ടില്ലേ, അവിടെ കൊണ്ടുവയ്ക്കാറ് കേട്ടോ. ചോറൊക്കെ ആയിട്ടുണ്ടെങ്കിൽ, കറിയൊക്കെ ആയിട്ടുണ്ടെങ്കിൽ കേട്ടോ. അപ്പം അങ്ങനെ മീനതാ അമ്മ നന്നാക്കുന്നുണ്ട്. കുഞ്ഞാറ്റതാ കഞ്ഞിമ്പ് ഇനിയും വേണമെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ അമ്മ അത് എടുത്ത് കൊടുക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അമ്മ ഇനിയിപ്പോൾ എന്തായാലും ഇനി മീൻ നന്നാക്കലൊക്കെ കഴിഞ്ഞിട്ട് എടുത്ത് കൊടുക്കാതെ ഉണ്ടാവുള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ ഇതിനിടയിൽ ഉപ്പേരി എടുപ്പത്ത് വെച്ചിട്ട് അവൾക്ക് കുറച്ച് കഞ്ഞിയൊക്കെ ആറ്റാൻ വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാൻ തന്നെ കൊടുക്കണം എന്നൊക്കെ പറഞ്ഞാൽ ഞാൻ തന്നെ പോയി കൊടുക്കേണ്ടി വരും. അല്ല, ഇനി അമ്മേന് കൊടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അമ്മമ്മ തന്നാൽ മതി എന്ന് പറഞ്ഞാൽ അങ്ങനെ അമ്മമ്മ കൊടുക്കേണ്ടി വരും കേട്ടോ. അങ്ങനെ ഓരോ നിബന്ധനകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിനനുസരിച്ച് പെരുമാറിയിട്ടില്ലെങ്കിൽ ചിലപ്പോൾ തരം മാറും കേട്ടോ ആളുടെ. അപ്പോൾ നിന്നോടത്ത് നിന്നിട്ടൊക്കെ ഒരു വീഴ്ചയാണ്, ബഹളമൊക്കെയാണ് കേട്ടോ. അപ്പോൾ കഞ്ഞിയൊക്കെ വിളമ്പി വെച്ചപ്പോൾ പറഞ്ഞു അല്ലയ്ക്ക് ആപ്പിൾ വേണമെന്ന്. അപ്പോൾ ആപ്പിൾ കുറേ മുന്നേ കഴിച്ചതാണല്ലോ, ഇനി എന്തിനാ കഴിക്കണമെന്ന് ചോദിച്ചപ്പോൾ അല്ലയ്ക്ക് ഇപ്പോൾ ആപ്പിൾ വേണം പറഞ്ഞു. പിന്നെ ഞാൻ അമ്മ കൊണ്ടുവന്ന് വെച്ച ആപ്പിളിൽ നിന്ന് ഒരെണ്ണം കൂടി പോയി എടുത്ത് കഴുകി അവൾക്ക് കട്ട് ചെയ്ത് കൊടുക്കാമല്ലോ എന്നൊക്കെ വിചാരിച്ച് പോയിട്ടുണ്ട് കേട്ടോ. കാരണം അമ്മ വന്നപ്പോൾ തന്നെ അവൾക്ക് രണ്ടെണ്ണം അല്ല ഒരെണ്ണം കീറിയിട്ടൊക്കെ കൊടുത്തത് ആവശ്യത്തിന് കേട്ടോ. അല്ല പിന്നെ നമ്മൾ കഞ്ഞി മതി പറഞ്ഞപ്പോൾ കഞ്ഞി വിളമ്പി വെച്ചപ്പോൾ അപ്പൊക്കെ അവൾക്ക് വേറെ ആവശ്യം കേട്ടോ. അപ്പോൾ എങ്ങനെ എന്തായാലും ഉപ്പേരിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. ഉപ്പേരിയൊക്കെ ആയിക്കൊണ്ട് വരുന്നുണ്ട്. അതിൻ്റെ ഇടയിലാണ് ഇപ്പോൾ ഈ പരിപാടികളൊക്കെ കേട്ടോ. പിന്നെ ഇപ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉള്ളപ്പോൾ ഉള്ള പോലെ എന്നൊക്കെ പറഞ്ഞ പോലെ ഇനിയിപ്പോൾ ആ മീൻ പൊരിച്ചതും കൂടി ഉണ്ട്. ഇന്നത്തെ കാര്യം എന്തായാലും കുശാലാണ്. ഉള്ളപ്പോൾ ഉള്ള പോലെ എന്ന് പറഞ്ഞ പോലെ കുടിക്കണ കഞ്ഞിക്ക് തൊയിലുണ്ടെന്നുണ്ടെങ്കിലും ചില സമയത്ത് ആ വെള്ളത്തിനും തൊയിലില്ലാത്ത സമയം കേട്ടോ. ചിലപ്പോൾ ഒരു കണ്ണുക്കടിയാണ്. വേറെ ആയിരിക്കുമല്ലോ, പുറമേക്കാർക്കായിരിക്കില്ല, നമ്മുടെ കുടുംബത്തിലുള്ളവർക്ക് തന്നെ ആയിരിക്കും കേട്ടോ. അങ്ങനെയൊക്കെയാണ്. അപ്പം എന്നാലും വേണ്ടില്ല, നമ്മൾ ആരെയും മെയിൻ ചെയ്യണമൊന്നുമില്ല. പക്ഷെ നമ്മളെ മെയിൻ ചെയ്യേണ്ട ആവശ്യം എന്താ, നമ്മൾ കണ്ടിക്കണു, നമ്മൾ കഴിയണു, അല്ലെങ്കിൽ നമ്മുടെ കാര്യങ്ങൾ നമ്മൾ നോക്കണം. നമ്മുടെ ചെറിയ ചെറിയ കുഞ്ഞു സന്തോഷങ്ങൾ നമ്മളെല്ലാവരും നമ്മുടെ യൂട്യൂബ് ഫാമിലിയിലുള്ള എല്ലാവരുമായിട്ട് നമ്മൾ ഷെയർ ചെയ്യാറുണ്ട്. അതന്നെയല്ലേ നമുക്ക് ഏറ്റവും വലിയ സന്തോഷം. പിന്നെ നമ്മൾ ആരെന്ത് പറഞ്ഞാലും നമുക്കൊരു വിഷയമല്ല. നമ്മൾ ആരിനെയും ഉപദ്രവിക്കാനോ അല്ലെങ്കിൽ നമ്മളൊരു കുറ്റം പറയാനോ അല്ലെങ്കിൽ നമ്മളവരങ്ങനെയാണ് അല്ലെങ്കിൽ ഇവരിങ്ങനെയാണ് എന്ന് പറയാനോ മോശം പറയാനോ ഒന്നും നമ്മൾ പോകുന്നില്ല. നമ്മൾ നമ്മുടെ വഴിക്ക് നമ്മളങ്ങനെ ജീവിച്ചു പോകണമെന്നുള്ളൂ കേട്ടോ. പിന്നെ ഇപ്പോൾ നമുക്കറിയാലോ, 100-ൽ ഒരാൾ എന്തായാലും നമ്മളെ പറയാനുണ്ടാവുമല്ലോ. അപ്പോൾ അതൊന്നും നമ്മൾ മെയിൻ ചെയ്യുന്നേ ഇല്ല. അപ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെന്തെങ്കിലും ആരെയും പറയുന്നുണ്ടെങ്കിലല്ലേ നമുക്ക് പേടിക്കണ്ടല്ലോ. അപ്പോൾ അതൊന്നും അങ്ങനെ കാര്യമാക്കണ്ടെന്നൊക്കെ പറയണം അമ്മേ. അപ്പോൾ അങ്ങനെ നമ്മൾ മീനൊക്കെ അടുപ്പത്ത് വെച്ചു, മീനൊക്കെ പൊരിഞ്ഞു വന്നിട്ടുണ്ട്. അപ്പം ഇനി എന്തായാലും ഞാനും അമ്മയും കൂടി ഭക്ഷണം കഴിക്കണം കേട്ടോ. കുഞ്ഞാറ്റ ഇതിനിടയിലൊന്ന് ഉറങ്ങി, അപ്പം തന്നെ എണീച്ചു കേട്ടോ. ഉറക്കൊക്കെ അങ്ങനെയാണ്, കൂടുതൽ നേരം ഒന്നും ഇപ്പോൾ ഉറക്കല്ല കേട്ടോ. അപ്പം അങ്ങനെ തേങ്ങയൊക്കെ അരച്ചൊഴിച്ച നമ്മുടെ ഉള്ളി സാമ്പാറുമായി, അതുപോലെ തന്നെ നമ്മുടെ ബീൻസ് എന്ന് പറയാൻ പറ്റില്ല കേട്ടോ, കൊത്താമര ഉപ്പേരി അതുമായി, പിന്നെ
നമുക്ക് മീൻ പൊരിച്ചതും അതൊക്കെ കൂട്ടിയിട്ട് അമ്മ ഒരു പിടിക്കുന്നു. അപ്പോൾ അമ്മ രാവിലെ അപ്പം കഴിച്ചിട്ട് അമ്മ തച്ചമ്പാറയ്ക്ക് ഒരു നടത്തം നടന്നില്ല. ആ നടത്തത് അമ്മ പറയണ ആ നടത്തം ഇവിടുന്ന് പകുതി എത്തിയപ്പോഴത്തേന് തന്നെ അമ്മയുടെ അപ്പം ചായയൊക്കെ കഴിഞ്ഞിരിക്കണമെന്ന് പറയണേ. പിന്നെ വന്നിട്ട് അമ്മ പിന്നെ ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ കഴിച്ചെങ്കിലും പിന്നെ അത് അങ്ങനെ പോയി എന്ന് പറയണേ. അപ്പോൾ വിശപ്പിൻ്റെ വീക്കിൽ അമ്മ എന്തായാലും വാരി കഴിക്കുക. എന്നെയൊന്നും കാത്തിരുന്നില്ല കേട്ടോ. അമ്മ പറഞ്ഞു ഞാനതാ ചോറൊക്കെ വിളമ്പി വെച്ചിട്ടുണ്ട് നിനക്കും കൂടി ഉള്ളത് ഞാൻ കഴിക്കാന്ന് പറഞ്ഞിട്ട് അമ്മ മുമ്പിൽ വന്ന് അങ്ങനെ കഴിച്ചു കേട്ടോ. കുഞ്ഞാറ്റ ഇതിനിടയിൽ ഒന്ന് കണ്ണീമ്പി അപ്പം തന്നെ എണീച്ചു കേട്ടോ. അപ്പോൾ അതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വിശേഷം എന്നൊക്കെ പറയുന്നത് കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ ഉച്ച കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് പരിപാടികളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അവിടെ കുറച്ച് മെറ്റലും കാര്യങ്ങളൊക്കെ കനാലിൻ്റെ മുകളിൽ ഉണ്ട് കേട്ടോ. നമ്മുടെ കുറച്ച് വീട് പണിക്കൊക്കെ കൊണ്ടുവന്നതാണ്. അപ്പോൾ അതൊക്കെ വെട്ടണം എന്ന് വിചാരിക്കുന്നുണ്ട് കേട്ടോ. അവിടുത്തെ കാടൊക്കെ മൂടിയിട്ട് നിങ്ങൾ കഴിഞ്ഞ വീഡിയോസൊക്കെ കണ്ടവർക്ക് അറിയാം ആ ഭാഗങ്ങളിലൊക്കെ നല്ല കാട് കയറി കിടക്കണം. അപ്പോൾ അതൊക്കെ ഒന്ന് വെട്ടി വൃത്തിയാക്കിയിട്ട് വേണം നമുക്ക് ആ മെറ്റലും കുറച്ച് പാറപ്പൊടിയും കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ കൊണ്ടുവരണം എന്ന് വിചാരിക്കുന്നുണ്ട്. പറ്റുമെങ്കിൽ നമുക്കത് ഒരു വ്ളോഗായിട്ടൊക്കെ നമുക്ക് അപ്ലോഡ് ചെയ്യാം കേട്ടോ. ഞാൻ ശ്രമിക്കാം കേട്ടോ. നോക്കട്ടെ നമ്മൾ തന്നെ ചെയ്യാന്നുണ്ടെങ്കിൽ നമുക്ക് എന്തായാലും ഞാനത് വീഡിയോ ആയിട്ട് എടുക്കാം കേട്ടോ. വ്ളോഗായിട്ട് നമുക്ക് ചെയ്യാം. അപ്പോൾ അങ്ങനെ ഞാനും അമ്മയ്ക്ക് ഭക്ഷണം കഴിക്കുകയാണ്. ഇതിനിടയിൽ അവൾക്ക് കഞ്ഞി വേണം പറഞ്ഞ് 2 വായൊക്കെ കൊടുത്തു. പിന്നെ കൊടുത്തില്ല. പിന്നെ അവളുടെ കസാരയാണ് ഇത്. ഞാൻ തന്നെ എനിക്ക് ഇരിക്കണം എന്ന് പറഞ്ഞിട്ട് ഞാൻ അവിടുന്ന് പുറത്തുനിന്ന് ഏറ്റിക്കൊണ്ടെന്ന് ഇവിടെ വെച്ചതാട്ടോ. അത് രാവിലെ കൊണ്ടുവച്ചതായിരുന്നു പുറത്തേക്ക് ആ കസാര. എന്നിട്ടിപ്പോൾ ഞാനത് പുറത്തുനിന്ന് എടുത്ത് കൊണ്ടുവന്ന് അതിൽ ഇരുന്നപ്പോഴത്തേനും അവൾക്ക് പറഞ്ഞു എനിക്ക് ഇരിക്കണം എന്ന് പറഞ്ഞിട്ട് എന്നെ അവിടെ നിന്ന് എണീപ്പിച്ചിരിക്കുന്നത് കണ്ടോ. ഇനിയിപ്പോൾ അവൾ അത് അവിടെ കുത്തിയിരിക്കാൻ പോവാണ് കേട്ടോ. ഇനിയിപ്പോൾ റിമോട്ട് ഞങ്ങളൊരു സിനിമ ഇട്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവൾ ചാനൽ മാറ്റാൻ പറയുക. അപ്പോൾ കൂട്ടുകാരെ ഇന്നത്തെ വീഡിയോ ഇത്ര